പറയാം. സാറേ ഒരു ഹായ് വെച്ചേക്കാവോ? ലൈവ് നടത്തിക്കൊണ്ടിരിക്കാം ഫേസ്ബുക്കിൽ ലൈവാ. അത് ഹായ് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് വരെ വന്നതാണ്. സത്യം പറയാൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം ഇവിടെ വന്നതായി കാണുന്നതിലും അതിനായിട്ട് നമ്മുടെ കേരളത്തിലൊരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു വലിയ നേതാവ് ഒരു അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിച്ചു വലിയ വാർത്തയായിരുന്നു പത്രത്തിലൊക്കെ. അപ്പം അന്ന് ഞാനും വിചാരിച്ചു എന്താ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കുന്ന അധ്വാനവർഗ സിദ്ധാന്തം ഒന്നുമില്ല, ഒരു ചുക്കുഞ്ഞുണ്ടാകുമില്ല. ഇത് അധ്വാനവർഗ സിദ്ധാന്തം ഇത് എന്താണ്, ഇതിനുള്ള പ്രാധാന്യത ഞാൻ ചിന്തിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇങ്ങനെ സമ്മതിക്കുമോ? അത് മാണി അന്ന് അധ്വാന സിദ്ധാന്തം അവതരിപ്പിച്ച് ഇവിടെയാണ്, മനസ്സിലായി? ഇത്ര ഉള്ളു ഈ അധ്വാന സിദ്ധാന്തം അവതരിപ്പിച്ചത്. സെയിം എനിബഡി ക്യാൻ ഒരു എം പി ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു എം പി സഹായിച്ചാൽ എനിബഡി ക്യാൻ കം ഹിയർ, അതിന് എന്തും പറയുകയും ചെയ്യാം, മനസ്സിലായില്ല? അതൊന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി എൻ്റെ ഈ വരവിനുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഉള്ളത് പറയണ്ടേ. ഞാൻ പറഞ്ഞ ന്യായമല്ലേ മകനെ, തെറ്റണ്ടേ പറയാൻ. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കളിപ്പിക്കുന്നതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? അപ്പം പറഞ്ഞു വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വരാൻ കഴിഞ്ഞു. നമ്മളെ 200 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണം മുഴുവൻ ഇവിടെ നിന്നാണ് നടന്നിരുന്നത് ഈ ഇന്ത്യ രാജ്യത്ത്. ആ നിലയ്ക്ക് ഇവിടെ നിന്ന് വന്ന് കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ ചരിത്രം, പ്രത്യേകിച്ച് ഒരു കൊച്ചു രാജ്യം ലോകത്തെ മുഴുവൻ പിടിച്ചടക്കി ഭരിച്ചു എന്ന് പറയുമ്പം അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും നമ്മൾ അംഗീകരിച്ചേ മതിയാവും. പിന്നെ ഞാനിവിടെ കണ്ടൊരു പ്രാധാന്യം കൊടുക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു സമൂഹവും ഭരണാധികാരികളാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലും ബ്രിട്ടീഷ് ഭരണമാണ്. ഇവിടെ എന്തുണ്ടോ അത് മുഴുവൻ അവരുടെ ചരിത്രമായി അവർ കുറിച്ചു വെച്ചിരിക്കുക. അതിനകത്ത് കള്ളച്ചരിത്രമൊന്നുമില്ല. യഥാർത്ഥ ചരിത്രം എന്താണ് അതേപടി. ഏത് വീട് പോലും 800-ൽ പണിത വീട് പോലും ഇപ്പോൾ അതേപടി സംരക്ഷിച്ചിരിക്കുക. അതൊക്കെ ഇപ്പോഴും വളരെ ശ്രദ്ധയുണ്ട്. അങ്ങനെ നോക്കുന്ന ഒരു ചരിത്രം പഠിക്കുന്ന ഒരു ചരിത്രം നിലനിർത്തുന്ന ഒരു രാജ്യം എന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് നമുക്ക് ചെറിയ നന്ദിയും മര്യാദയും വേണമെന്ന് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് കേരളത്തിനും ഇന്ത്യക്കും അത് കഴിയുന്നില്ല ഇത് വളരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കേണ്ട മേഖലയിലൊക്കെ അവതരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നിസ്സാര കാര്യം പോലും ഇവിടെ നടക്കണമെങ്കിൽ ആ നിയമപ്രകാരം നടക്കും. അല്ലാതെ എം പിയുടെയോ എം എൽ എയുടെയോ മന്ത്രിയുടെയോ ബന്ധുക്കൊന്നും ഇവിടെ ഒരു കാര്യമില്ല. എന്തിന് അവർക്ക് പോലും കാര്യങ്ങളില്ല. നിയമം എന്തോ അത് നടപ്പാവും. ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിക്കാം, ഏത് പണിയും ചെയ്യാം. ആ പണി എഴുന്നതിന് ശമ്പളം കിട്ടും, കൂലി കിട്ടണം, അത് കൊടുക്കും. നമ്മളവിടെ കൂലിക്ക് വേണ്ടി സമരമാണ്. ഇവിടെ കൂലിക്ക് വേണ്ടി സമരം ചെയ്യണ്ട, കൂലി ഫിക്സഡാണ്, കിട്ടിയിരിക്കും, മനസ്സിലായില്ല? ഇവിടെ തൊഴിൽ നിയമം ആവശ്യമില്ല. ഞാൻ ഇന്ന് ഇന്ത്യൻ എംബസി സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. അവിടെ നമ്മുടെ അംബാസഡർ ഇവിടെ ഇല്ല, നമുക്കറിയാമല്ലോ. ആളെ പോസ്റ്റ് ചെയ്തിട്ടില്ല, അസിസ്റ്റൻ്റ് ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ കേരളത്തിലെ ഇവിടുത്തെ മലയാളി സമൂഹത്തിൻ്റെ വികാരമൊക്കെ അദ്ദേഹത്തെ അറിയിച്ചു. ഇറങ്ങി വന്നപ്പോൾ എനിക്കൊരു തമാശ തോന്നി. ഇന്ത്യൻ എംബസിക്ക് പിന്നിൽ ഒരുപറ്റ ആളുകൾ പാകിസ്ഥാനികളാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവനൊക്കെ കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ സമരം ചെയ്യാം നമുക്കെതിരായിട്ട്. അവരുടെയൊക്കെ ഇവിടെ അടി കൊടുക്കുന്ന കേരളത്തിലെ നമുക്ക് ഓരോ കൊയ്വെട്ടി ഓരോന്ന് കൊടുത്തു വിടാമായിരുന്നു. ഇവിടെ പറ്റുകയല്ലോ നമുക്ക്. ഞാനവരോട് പറഞ്ഞു, കാശ്മീർ പ്രശ്നത്തിന് നിങ്ങൾ ഇവിടെ പറഞ്ഞ് സമരം ചെയ്യേണ്ട, പാകിസ്ഥാനിൽ പോയി പറഞ്ഞാൽ മതി, മര്യാദയ്ക്ക് ഇരിക്കാൻ. ഇന്ത്യയുടെ സ്വത്ത് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ട് പാകിസ്ഥാനൊരു യുദ്ധം അവസാനിപ്പിക്കാൻ പറയണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പാർലമെൻറ്റ് ഇവിടെ വന്നപ്പോൾ അവന്മാർ അവിടെ നിന്നാണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പാർലമെൻറ്റ് അവിടെ ഒരെണ്ണം പോലും ഇന്ത്യക്കാരില്ല. അതരസ് മുഴുവൻ പാകിസ്ഥാനികളാണ്. എന്ന് കാശ്മീരികളാണെന്നാണ് പറയുന്നത്. അവർ കാശ്മീർ കണ്ടിട്ടുള്ളവരതിനകത്തില്ല. അപ്പോൾ ഇതൊക്കെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന ഇങ്ങനെ പ്രചരണം, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഭീകരവാദികൾ നടത്തുന്ന ആയിരം സമരങ്ങൾ നടക്കുന്നു എന്ന് ഇന്ത്യക്കാർ അറിയട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെപ്പറ്റി മോശം ചിന്തയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെ ആളുകൾക്കെതിരെയുള്ള പ്രചരണം ശക്തമായി നടത്താൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്, ഒറ്റക്കെട്ടായി നിന്ന് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അവനൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് അല്ല, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്.